അമ്മ ഈ തലയിലെങ്ങും ഒന്നുമില്ലേ? എവിടാ ചൊറിയുന്നേ? എവിടെ? എന്തോ ഒരു ചൊറിച്ചിലായി തല. നല്ലോണം നോക്ക്. ആ ഇത് ഈര അമ്മേ. ആ ഈര് എന്നടി പൊട്ടി പേനാകുന്നത്. ഇവിടെ നോക്കിയാണ്. ഇത് ഗംഭീര കാഴ്ചയാണല്ലോ. അമ്മായിയമ്മയുടെ തലയില് മരുമോള് പേൻ നോക്കണം. എടി ഒരു ഫോട്ടോ എടുത്ത് വാട്സാപ്പിൽ ഇടും, നാട്ടുകാർ കാണട്ടെ. അയ്യോ ഭയങ്കര തമാശ. അമ്മ ഒന്ന് ചിരിക്കമ്മേ. ഇതെന്താ? ഇത് മീമാകിയതാ, നല്ല ഒന്നാം നമ്പർ ചാള. കുഞ്ഞമ്മത്തി. ഏടാ കൊണ്ട വെക്കും, നമുക്ക് നാളെ വെക്കാം. ഛേ ഇന്ന് വെക്കണം, കൊണ്ടുപോ. പിന്നെ ഇന്ന് വെക്കാനൊന്നും പറ്റൂല. എടി കറി വെക്കുകയും ചെയ്യും വറക്കുകയും ചെയ്യിച്ചല്ലേ. എന്റെ ഈ തലയിൽ പേനൊന്ന് കൊന്നോട്ട്. ചൊറിച്ചിൽ കാരണം സഹിക്കാൻ മതി. അതിന്റെ അതിന് ഭയങ്കര നാറ്റായിരിക്കും. ഇനിയും ഞാൻ കുളിക്കണോ? എനിക്ക് പറ്റൂല. അതെന്താ മീമിന്റെ നാറൂല്ലേ? ഏട്ടാ അതല്ലേ പറഞ്ഞേ, നാളെ വെട്ടി കഴുകി കഴിഞ്ഞ് ഞാൻ കുളിക്കും. അപ്പൊ ഒരു കുഴപ്പമില്ല. ഇത് നാളേക്ക് വെച്ച കേടുവരില്ലേ? നീ കൊണ്ടുപോയി ചെയ്തത് അവിടെ കൊണ്ടുവച്ച ഇന്നത്തേക്ക് മീൻ കറി വെച്ചത്. ഇത് നന്നാക്കിട്ട് ഒന്നുകൂടെ കുളിച്ചാ പോരെ? എനിക്ക് വയ്യെന്ന് എപ്പോഴും കുളിക്കാൻ. നീ എന്റെ തല നോക്ക്. അവൻ അവിടെ നിർത്താൻ പറഞ്ഞു. എന്നാ പിന്നെ അമ്മ നന്നായിക്കോന്നാ. പിന്നെ എനിക്കാണെങ്കിൽ ഇപ്പൊ പച്ചമീൻ കാണുന്നത് ഇഷ്ടമല്ല. കറി വെച്ചാൽ ഒരു തിരിച്ച് ആരെങ്കിലും കൂട്ടും ഞാൻ. ഓരോ വീട്ടിലെ ഭർത്താക്കന്മാർ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് കാണാൻ തന്നെ ഭാര്യമാർക്ക് സന്തോഷമാണ്. ഇത് എന്തായാലും കൊണ്ടുവന്ന നിങ്ങൾക്കൊക്കെ തിന്നിട്ട് എല്ല് കുത്തിയതിന്റെ കുഴപ്പമാണ്. നന്നായി പോയി. ഒന്ന് കൊണ്ട് വെക്കേട്ടാ ചുമ്മാ. അമ്മ ഏതായാലും ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ നന്നാക്കാം, എന്നിട്ട് ഞാൻ കറി വെക്കാം. കുഴപ്പമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. കാരണം ഇത് വാങ്ങിച്ചോണ്ട് വന്നാൽ ഞാൻ എന്റെ ഉത്തരവാദിത്തല്ലേ. അതുകൊണ്ട് നിലയിലെങ്കിൽ ആണുങ്ങൾ കറി വെച്ചെന്ന് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ എല്ലാ പിള്ളേരും കറിയൊക്കെ വെക്കും. വീട്ടിൽ ജോലി എല്ലാവരും കൂടെ ചേർന്ന് വേണം ചെയ്യാനുള്ളത്. ഏട്ടാ വയ്ക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ചളവാക്കരുത്. ഇനി വേറൊരു കാര്യം, കറി വെച്ച് നന്നായി കഴിഞ്ഞാൽ പിന്നെ എന്നും ഞാൻ തന്നെ കറി വെക്കണം എന്നും പറയരുത്. അല്ല നീ എന്നും കറി വയ്ക്കുമെങ്കിൽ വെച്ചോ, അതിന് കുഴപ്പമൊന്നുമില്ല. തക്കിളിമോൾ ഇതുവരെ വന്നില്ല. അവളെവിടെ പോയതാ? സ്കൂളില്. സ്കൂളിൽ പോയിട്ട് വരാൻ സമയം ആവണല്ലേ ഉള്ളൂ. അല്ല അവർക്ക് ഇന്ന് ക്ലാസ് ഇല്ല, ഇന്ന് ഓപ്പൺ ഹൗസാ. അപ്പൊ ഇന്ന് ക്ലീറ്റോയുടെ കൂടെ പോയിട്ടുണ്ട് ഒപ്പിടാൻ വേണ്ടിട്ടേ. അപ്പൊ ക്ലീറ്റോന് എന്തോ പ്രസംഗം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ പ്രസംഗത്തിന് മുമ്പ് അവളെ ഇവിടെ കൊണ്ടുവന്ന് ആക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും വണ്ടിയിൽ കയറ്റി വിടണം എന്ന് പറഞ്ഞു. ഇപ്പൊ അവളെ കാണണില്ല. ക്ലീറ്റോനെ വിളിച്ചിട്ട് കിട്ടണില്ല. അത് ക്ലീറ്റോ ചേട്ടന്റെ കൂടെ കാണും. ഞാൻ പറഞ്ഞത് അവളെയും കൊണ്ട് പ്രസംഗിക്കുന്ന സ്ഥലത്ത് പോവണ്ട, എന്റെ അടുത്ത് കൊണ്ടുവന്ന് ആക്കണോന്ന് പറഞ്ഞു. അങ്ങനെയല്ല, എന്തായാലും ഇവിടെ കൊണ്ടുവന്ന് ആക്കാന്ന് പറഞ്ഞു. അതല്ലെങ്കിൽ ഏതെങ്കിലും പരിചയമുള്ള വണ്ടിയിൽ കയറ്റി വിടാന്ന് പറഞ്ഞത്. അല്ല, കൊച്ചിനെ ഒറ്റയ്ക്ക് ഓട്ടോയിൽ വിടുന്നത് കൊണ്ട് അവന് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് അവൻ കൂടെ കൊണ്ടുപോയി കാണും. എന്നെ വിളിച്ച് പറയാൻ പാടില്ലേ? അവൻ മറന്നുപോയി കാണുമായിരിക്കും. ഒരു കാര്യം ചെയ്യും, ആ സ്കൂളിലോട്ടൊന്ന് വിളിക്കും. സ്കൂളിൽ വിളിച്ചാ ആദ്യം സ്കൂളിൽ വിളിക്കണ്ടേ? അത് തന്നെ, മീറ്റിംഗ് കഴിഞ്ഞോന്ന് അറിയില്ലല്ലോ. ഉമ്മ വന്നു നിന്ന് വെറുതെ. ഹലോ, അശ്വതി മിസ് ആണോ? ഞാൻ തക്ലിയുടെ അമ്മയാ. അല്ല, 5C പഠിക്കുന്ന അക്ഷയ. ടീച്ചറെ, ഇന്നേ അവിടെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് കൊച്ചും ചേട്ടനും പോന്നോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. ആണോ? ശരി. ഞാൻ പറഞ്ഞില്ലേ, എന്താന്നേ? ഞാൻ പറഞ്ഞില്ലേ അവരവിടെ നിന്ന് അപ്പൊ തന്നെ പോകുന്നു. ഇങ്ങോട്ട് വരുമായിരിക്കും ഇപ്പൊ. അത് തന്നെ. അല്ല, ഇങ്ങനെ കരയണ എന്തിനാ? എന്റെ കണ്ണ് കിടന്ന് പെടക്ക്, എനിക്ക് പേടിയാവും. അച്ഛന്റെ കൂടെ അല്ലേ നാത്തൂനെ, എന്തിനെങ്ങനെ വിഷമിക്കണേ? എനിക്ക് എന്തോ ഒരു പേടിയാവണം. ഇല്ലടാ, അവരവിടുന്ന് അപ്പൊ തന്നെ ഇറങ്ങിന്ന്. എന്തായാലും ക്ലീറ്റോടെ കൂടെ ഉണ്ടാവൂലേ? നീ ഒരു കാര്യം ചെയ്യ്, ക്ലീറ്റോനെ വിളിച്ചിട്ട് കിട്ടണില്ല. നീ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്ക് ക്ലീറ്റസിനെ. ക്ലീറ്റോനെ വിളിച്ചപ്പോഴത്തേനും എന്തോ ഭയങ്കര തിരക്ക്, ഒച്ചയൊക്കെ കേട്ടു, എന്നിട്ട് അങ്ങ് കട്ട് ചെയ്തു. സ്വിച്ച് ഓഫ്. പറഞ്ഞില്ല, പ്രസംഗം നടക്കുന്നോണ്ട് സ്വിച്ച് ഓഫ് ആക്കി വെച്ചത്. കൊച്ചു കൂടെ തന്നെ ഉണ്ടായിരിക്കും. നീ സമാധാനപ്പെടും. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവിടണ്ടേ? ഇല്ല ഏട്ടാ, ഒന്ന് അന്വേഷിക്കും. കൊച്ചിന് ഇനി വല്ല പരിചയമില്ലാത്ത ഓട്ടോയിലും കയറ്റി വിട്ടിട്ടുണ്ടാവോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പിന്നെ നീ എന്തിനാ എന്റെ പിന്നാലെ നടക്കണം? അങ്ങോട്ട് പോ. ഹലോ ഹലോ, ഫാസിലേ, എടാ തക്കളിമോള് സ്കൂളിൽ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. തങ്കം ഭയങ്കര ടെൻഷനില്ല. ക്ലീറ്റസിന്റെ കൂടെ പോയതാന്ന് പറയുന്നുണ്ട്, പക്ഷേ ക്ലീറ്റസിനെ വിളിച്ചിട്ട് കിട്ടില്ല. അവന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആണ്.
നീ ആ ധർണ നടന്നതിൻ്റെ അവിടേക്ക് ഒന്ന് പോയി നോക്ക്. ആ നോക്കിയിട്ട് വിളിക്കേട്ടാ. ശരി ശരി. ഓക്കെ. ഫാസിലിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവൻ നോക്കും. കരയാതിരിക്കേ, നമുക്ക് നോക്കാം. നീ ഒന്ന് പോയി അന്വേഷിക്കും. ഇവര് കരഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ ഫാസിലിനെ വിളിച്ചിട്ടുണ്ട് അമ്മ, അവൻ പോയി നോക്കിക്കോളും. ഒന്ന് പോയി അന്വേഷിക്കാം. എടി ഞാൻ എവിടെ പോയിട്ട് അന്വേഷിക്കാനാണ്? എവിടേക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ പോകും. പറ. ഒരു സമാധാനത്തിനൊന്ന് ചെല്ലേട്ടാ. നീയും കൂടെ ഒന്ന് പോയി നോക്കടാ. ആ ധർണ നടന്ന സ്ഥലത്ത് ഫാസിലോട് നോക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവൻ നോക്കട്ടെ. എന്നാ നമുക്ക് ആ ഓട്ടോ സ്റ്റാൻഡിൽ എവിടെയെങ്കിലും പോയി നോക്കാം. ഓട്ടോ സ്റ്റാൻഡിൽ എന്താണ്? അവിടെ കയറ്റി വിട്ടിട്ടുണ്ടാവും ക്ലീറ്റോ. നീ കരയാതിരുന്ന ഞങ്ങൾ പോക്കെ. കരയില്ലേ നോക്കാന്ന് പറഞ്ഞില്ലേ? ഞാനെന്നാ പോയി നോക്കും. ഒന്ന് സമാധാനപ്പെടടി. മനുഷ്യനെ ടെൻഷൻ പിടിപ്പിക്കാനായിട്ട് കണ്ടുപിടിക്കാൻ ആളുകൾ പോയിരിക്കുകയല്ലേ. അതെ തങ്കം വെറുതെ കരഞ്ഞു പോകണം വെക്കാൻ നിൽക്കരുത് കേട്ടോ. എന്റെ കൊച്ചിനെന്തോ ഞാൻ പോവാന്ന് പറഞ്ഞില്ലേ, ഞാൻ പോയി നോക്കാം. ഞാനും കൂടി വരാം. നാട്ടിൽ ചുമ്മാ ആൾക്ക് പേടിക്കല്ലേ. എന്തോ പറ്റി? ഒന്നും പറ്റിയിട്ടില്ല. ഞാൻ നോക്കില്ല. എടി നീ കരയാതിരിക്കേ. ഞാനും കൂടി വരട്ടെ. നോക്ക് പോയിട്ട് വരും. ഇങ്ങനെ കരയല്ല നാത്തൂനെ. ഹലോ. ആ ഏട്ടാ ഫാസിലേ, നീ ഇറങ്ങിയില്ലേ? ആ ഞാൻ ഇറങ്ങി. ആ മാക്സിമം വേഗം ചെല്ലേ. ആ ധർണ നടന്ന സ്ഥലത്ത് കൂടെ നോക്കിട്ടോ. എൻ്റെ പ്രസംഗം കേൾക്കാനായിട്ട് തന്നെ ഒരുപാട് അവിടെ വന്ന് കൂടിയല്ലോ. പിന്നെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഇന്നേ വരെ ഒരു ബ്ലോക്ക് ഇത്ര ഉണ്ടായിട്ടില്ല. വണ്ടി പോയവരൊക്കെ എൻ്റെ പ്രസംഗം കേൾക്കാൻ നിർത്തി കേട്ടില്ലേ. ആ പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രസിഡന്റിനെ അഭിനന്ദിച്ച് കൊന്നു. ഞാൻ വിളിക്കാം. ആ എന്നാ ബിരിയാണി. കൊച്ചെവിടെ ക്ലീറ്റോ? ഏത് വെച്ച്? നമ്മുടെ തക്കലി മോളെ എവിടെയെന്ന്. പതുക്കെ പോയാലേ ഡാഡി പ്രസംഗിക്കേണ്ട സമയത്ത് അവിടെ വേറെ ആണുങ്ങൾ കയറി പ്രസംഗിക്കും. എന്തോന്ന്? ഓ നീ ഇപ്പൊ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിക്കല്ലേ. ഡാഡിക്കാണെങ്കിൽ പ്രസംഗം ഉള്ളി കിടന്ന് ഇങ്ങനെ തികട്ടിക്കൊണ്ടിരിക്കുക. ഇനി അതങ്ങോട്ട് എടുത്ത് പുറപ്പെടുവിച്ചാലേ ഒരു സമാധാനം ഉണ്ടാവും. എൻ്റെ ഏകാഗ്രതയെ പൊന്നുമോളെ നശിപ്പിക്കല്ലേ. അച്ഛനതൊന്നും ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചോട്ടെ. റഷീദ് ഞാൻ റഷീദ് ഞാനേ വേറെ അത്യാവശ്യമായിട്ട് അങ്ങനെ പോയിരുന്നു. അപ്പോൾ പോയിട്ട് ഇപ്പോൾ അതോ എത്താറായി. വെച്ചാറേ എവിടെ പോയി കിടക്കുമായിരുന്നു? ആ ടിജു യോഹനം പ്രസംഗിച്ച് നടത്തോണ്ടിരിക്കുക. അതെയോ? ജില്ലാ പ്രസിഡന്റ് നോട്ട് ചെയ്യും, വേഗം വാ. അത് കഴിഞ്ഞ് ഞാൻ പ്രസംഗിക്കാനായിട്ട് പോയി. എൻ്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ കൂട്ടി എന്നെ അഭിനന്ദിക്കാനായിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി. അതിനിടയ്ക്ക് കൊച്ചിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി. ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. സുദർശന, നമ്മളാ മൈക്ക് സെറ്റ് ഇരുന്നതിൻ്റെ ആ ഭാഗത്ത് എവിടെയെങ്കിലും എൻ്റെ മോള് നിൽക്കണമെന്ന് നോക്കിയടാ. ഇല്ലേ? ആരുമില്ല അവിടെ. നിങ്ങൾ സമാധാനപ്പെടാമോ? ഞാൻ നോക്കാം. നോക്കിട്ട് വരാമ്മ. മക്കളെ
മോളെ മക്കൾ എവിടെയായിരുന്നു? സെക്രട്ടറി ഓഫീസിന്റെ ഫ്രണ്ടിൽ നിന്ന് ഇപ്പൊ വരാന്ന് പറഞ്ഞ എന്നെ ആക്കിട്ട് ഒറ്റ പോക്കിലാണ്. നീയൊക്കെ ഒരു അച്ഛനാണോ ക്ലീറ്റസേ? അത്രയായ പെങ്കൊച്ചിനാണ് ഈ കാലത്ത് വഴിയിലിട്ടുണ്ട് പറഞ്ഞത്. കൊച്ചിനെ കൊണ്ട് കളഞ്ഞിട്ട് ബിരിയാണി മേടിച്ചോണ്ട് വന്നേക്കണം. അടിക്കേട്ട് എത്ര നേരം വെയിറ്റ് ചെയ്തെന്ന് അറിയാമോ? മക്കളെ ഡാഡി പ്രസംഗിക്കാൻ പോകണ്ടല്ലേ? പ്രസംഗം എടാ, കുടുംബം നോക്കാൻ അറിയാമോ? നീ എങ്ങനെയാ നാട് നന്നാക്കാൻ നോക്കുന്നത്? എടാ, ആദ്യം ഭാര്യ കൊച്ചിനെ നന്നായി നോക്കാൻ പഠിക്കടാ, എന്നിട്ട് നാട് നന്നാക്കാൻ നോക്കുന്നേ.